ആദ്യകാലം മുതൽ തന്നെ മനുഷ്യന് കൂടുതൽ അപകടകാരികളായ പല ജീവികളെയും ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മാമത്ത്. വളരെ അപകടകാരിയായ, മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു ജീവിയായിരുന്നു അത്. അതിന് ആനയുടെ രൂപമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ പഠിക്കാനൊക്കെ തന്നെ ഉള്ളതാണ്. നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ അതൊക്കെ കേട്ട് അറിഞ്ഞിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പാമ്പിൻ്റെതാണ്. പക്ഷേ ഈ പാമ്പിൻ്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 10 വർഷം മുതൽ 20 വർഷം വരെയാണ്. പിന്നെ ഇതിനെ പിടിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും സംബന്ധിച്ച് നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇത് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഈ നിയമപ്രകാരം പാമ്പുകളെ കൊല്ലുന്നതോ ഉപദ്രവിക്കുന്നതോ പിടികൂടുന്നതോ കടുത്ത പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഇത് ഭരണഘടനയിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പാമ്പ് പിടുത്തവുമായിട്ടുള്ള ഫീൽഡ് തിരഞ്ഞെടുത്തിരിക്കുന്നവരിൽ കുറ്റം ആരോപിക്കുന്നത് കൊണ്ടോ അവരെ മോശമായി പറയുന്നത് കൊണ്ടോ യാതൊരു അർത്ഥവുമില്ല. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, പറ്റുന്നവർ. അല്ലാതെ ഒരുപാട് ഓവറായിട്ട് പറയുന്നത് അത് ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അത് ശ്രദ്ധിക്കുക. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് നിയമപരമായി തന്നെ തീരുമാനിക്കേണ്ട ഒന്നാണ്. അല്ലാതെ ഒരാളിൽ കുറ്റം ചാർത്തിയിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 51A പ്രകാരം പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുണ്ട് നമുക്ക്. ആർട്ടിക്കിൾ 51A. ഇത് പ്രകാരം വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ എന്നിവയുൾപ്പെടെയുള്ള പ്രകൃതിദത്ത പരിസ്ഥിതി സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനും ഓരോ പൗരനും ബാധ്യസ്ഥരാണ്. അങ്ങനെ ഒരു നിയമം കൂടി ഭരണഘടനയിലുണ്ട്. ചുമ്മാ വായിൽ തോന്നിയത് പലരെയും വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. നമ്മുടെയൊക്കെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ വരാവുന്ന ഒരു ചോദ്യമാണിത്. പാമ്പുകൾ നിറയെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അവസാനം വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാകും. മനുഷ്യൻ്റെ ജീവൻ ഒരു വിലയുമില്ലേ? ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ. എന്തു തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ചൂട് കൂടുതൽ, പ്രകൃതിയുടെ ആ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് മനുഷ്യനൊരു ഭാഗം ഉത്തരവാദികളാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യരും ആ സന്തുലിതാവസ്ഥയിൽ പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ ഉത്തരവാദിയാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ പാമ്പുകൾ മുട്ടയിട്ടും പ്രസവിച്ചും പെരുകുന്നതിനെക്കുറിച്ച് ഈ ഒരുപാട് മറ്റ് പല ജീവികളും പാമ്പുകളെ ആഹാരമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വയം പാമ്പ് വർഗ്ഗങ്ങൾ തന്നെ പാമ്പുകളെ ആഹാരമാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേയൊക്കെ ഒരു ലെവല്, എന്താ പറയുക, ഒരു സന്തുലിതാവസ്ഥ അതിൽ തന്നെ നിലനിൽക്കും. പിന്നെ ഇതിൻ്റെ ഒരു ശരാശരി ആയുസ്സെന്ന് പറഞ്ഞാൽ 5 മുതൽ 10, 20 വർഷം. ആ 20 വർഷത്തിന് മുകളിലോട്ട് വളരെ അപൂർവം പാമ്പുകൾ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ കാണുന്ന കോമൺ ആയിട്ടുള്ള പാമ്പുകൾ 20 വർഷം, 10 മുതൽ 20 വർഷമാണ് അവരുടെ ശരാശരി ആയുസ് എന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്കിതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബുദ്ധി, നമ്മളുടെ ചിന്തിക്കാനുള്ള കഴിവിനെ ഇവിടെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവം അതിനാണ് നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു പൂച്ച, കുറച്ച് നാടൻ പൂച്ചകൾ, പട്ടി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിൽ വളർത്തുക. നമ്മുടെ വീടിൻ്റെ പ്രൊട്ടക്ഷന് അത് സഹായിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രസൻസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മറ്റു ജന്തുക്കളൊക്കെ വീട്ടിലേക്ക് വരുന്നത് തടയും കേട്ടോ. അത് അവരുടേതായ ആവാസ വ്യവസ്ഥയിലേക്ക്, അവരുടേതായ ആവാസ സ്ഥലത്തേക്ക് അവർ പൊയ്ക്കോളും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പാമ്പുകൾ കൂടുതൽ വരാതിരിക്കും. അങ്ങനെ തടയാൻ പറ്റും. ഇന്നും കൂടി ഞാനൊരു ന്യൂസ് കണ്ടതാണ്. 8ഓളം അണലിക്കുഞ്ഞുങ്ങളെ ഒരു പൂച്ചയല്ല, 2-3 വീട്ടിലുള്ള 2-3 നാടൻ പൂച്ചകൾ കൂടി അതിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് ഞാൻ ഇന്നും കൂടി കണ്ടതാണ്. അതാണ് പറഞ്ഞത്. നമ്മളുടേതായ രീതിയിൽ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക, അതേ ചെയ്യാനുള്ളൂ. എന്താണെങ്കിലും കുറച്ച് നാൾ പേപ്പട്ടിയുടെയൊക്കെ ഒരു ശല്യമായിരുന്നു. അതുകൊണ്ട് എല്ലാം ഉണ്ട്, എല്ലാ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മളിതിനെയൊക്കെ നേരിടേണ്ടത് തന്നെ, ഒരു ബുദ്ധിമുട്ട് തന്നെ. എല്ലാത്തിനും നിയമപരമായി തന്നെ ഒരു നിയന്ത്രണം വരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.